ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതളൽസ ഒഫീഷ്യൽ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ മൈക്കൂത്താതെ പറയുവാണോ എന്ന്. പക്ഷെ എനിക്ക് എനർജി ഇല്ല, പനിയാണ്. 2 ദിവസമായി. തൊണ്ടയുടെ സൈഡ് നല്ല വേദനയുണ്ട്. ഹോം റെമഡിയൊക്കെ ചെയ്ത് നോക്കി, രക്ഷയില്ല. കുഞ്ഞിന് പനി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. വാ, ഹോസ്പിറ്റലിൽ പോകാൻ ഒരാൾ വന്നു നോക്ക്. വെയിറ്റ് ചെയ്തിരുന്ന് മതിയായപ്പോൾ ഞാൻ തന്നെ ഇൻട്രോ എടുത്തു. ഒന്നുമില്ല, ആ സമയം കൂടെ ഒന്ന് കാണിച്ചടാ. എത്ര മണി? തല തിരിഞ്ഞിരിക്കുന്നു. മണി 3:05 വെളുപ്പിന്. എവിടെ 3:05 കട്ടണം കൂടെ ഒന്ന് മാറ്റാമോ? യെസ്, പുറത്തിരിട്ടാണ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞിന് നമ്മളല്ല ഇദ്ദേഹം ഫീഡ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ആവറേജ് പനിയൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പം പനി കുറച്ച് കൂടിയ പോലെ തോന്നുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കിടുങ്ങുന്നു. അപ്പം മൊത്തം പൊതിച്ച്, സാധാരണ ഫാനും AC എല്ലാം ഇട്ടിട്ട് മഴയാണെങ്കിൽ പോലും അങ്ങനെ പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷെ ഇന്ന് ഫാൻ പോലും ഇടുന്നില്ല, കിടുങ്ങി നിൽക്കുമായിരുന്നു തണുത്തിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം കൂടി ചുമ്മാ കൊട്ടിയതാ പതുക്കെ. സോറി. അപ്പോൾ അധികം നമ്മൾ ലേറ്റ് ആക്കാണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും പനി കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് അപ്പോൾ ഇനിയും പനി കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ കുഞ്ഞിന് അരിമണിയെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. കാരണം അവന് അസുഖം പിടിച്ചാൽ എന്ത് ചെയ്യും? ഫീഡിങ്ങിൽ കൂടെ അസുഖം പകരത്തില്ല, നമുക്കറിയാം. പക്ഷേ ഭയങ്കരമായിട്ട് പനി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ചാൻസ് ഉണ്ടാവും, നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ടാണ്. അപ്പം അത് മാത്രമല്ല, അവനെ കാണുമ്പോൾ ഉമ്മ വെക്കാൻ തോന്നുന്നു. എത്ര ദിവസവും മാസ്ക് വെച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. പോകാം. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ കുറെ പേര് നെഗറ്റീവ് കണ്ടന്റും കൊണ്ടുവരും. അസുഖമായതും വരെ വീഡിയോ ആക്കി ഇടുന്നു. ആക്ച്വലി ഞാൻ പറയാം. അതുകൊണ്ടുതന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെ മദേഴ്സ് ഉണ്ടാവും, അമ്മമാരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഈ ഇതുപോലെ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ പനി വന്നാൽ എന്ത് ചെയ്യണം, കുഞ്ഞിനെ ഫീഡ് ചെയ്യാമോ അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്ത് തരത്തിലും മരുന്ന് കഴിക്കാം, വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കുമ്പോൾ മുലപ്പാലിനെ ബാധിക്കുമോ, അതൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ടാവും. നമുക്കൊരു പരിധി വരെ അറിയാം. പക്ഷെ എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് അറിവായിക്കോളുമല്ലോ. വെറുതെ ആരും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ടെൻഷൻ ആകരുത്. ഓക്കെ, നമ്മൾ കാര്യം അറിഞ്ഞിട്ട് നമ്മൾ ബാക്കി പറഞ്ഞുതരാം. പിന്നെ പനി ഫീഡ് ചെയ്യുമ്പോൾ വന്നാൽ എന്ത് ചെയ്യണം എന്നറിയാവുന്ന അമ്മമാരും ഉണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പോട്ടെ. അതാ വരുന്നു, സുന്ദരിയായി, അടിപൊളി മാച്ചിങ് ഡ്രസ്സ്. മേക്കപ്പ് ഇട്ടുണ്ടോ? മേക്കപ്പ് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ്. ചുണ്ട് ഭയങ്കരമായിട്ട് വരളുന്നുണ്ട്. പിന്നെ തണുത്തിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട്, പിന്നെ പഴയ ഡ്രസ്സുകളൊന്നും ഇപ്പോൾ അങ്ങനെ കയറുന്നില്ല, അതുകൊണ്ട് ഒരു ലോഹ സാധനമാണ് എടുത്തിടുന്നത്. ഇപ്പോൾ സമയം ഇത്ര ആയിട്ടുണ്ട്. കുഞ്ഞൊരു വെളുപ്പാങ്കാലമൊക്കെ ഉണരുന്നതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം. എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഇറങ്ങാൻ പോയപ്പോൾ ഇവിടെയാണ് കുഞ്ഞാണ് ഉറങ്ങുന്നത്. ചോട്ടിൽ തന്നെ കാവലായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് കരഞ്ഞാൽ അപ്പം തന്നെ അവൻ ഓടി വന്ന് കുരയ്ക്കും എല്ലാവരുടെ അടുത്ത്. പിന്നെ ഇദ്ദേഹം നീമോ, ഇതിലൊന്നും പെടാത്ത പോലെ വെട്ട പഠിക്കുന്ന ചേട്ടാ അടങ്ങുന്നൊക്കെ പറഞ്ഞു. ഇതുമോ പാടോ മാസ്കോ. ഓക്കെ, എല്ലാവരും ഇപ്പം ഹോസ്പിറ്റലൊക്കെ പോകുന്ന ആൾക്കാർ മാസ്ക് വെക്കാൻ മറന്നു പോകരുത്. കാരണം പലതരത്തിൽ ഓക്കെ അതായിരുന്നു. ഓക്കെ ഇദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പനി എന്നെയും കൂടെ ബാധിക്കും, ഞാനും കൂടെ കിടപ്പായി പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ നോക്കൂ എന്നാണ് ഇപ്പോൾ കാണിച്ച അങ്ങീത്തിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, എഡിറ്റിങ് നീ എങ്ങനെ ചെയ്യും അതാണ് ഇപ്പോൾ ചോദിച്ചത്. ഇല്ല, ദേഹം മൊത്തം ഇപ്പോൾ വേദന കേട്ടോ. ആളിന് മാസ്ക് ഇട്ട് പോവാം. നല്ല പതുക്കെ വേണം വാതിൽ തുറക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ എഴുന്നേക്കും.
ഇവൻ ആദ്യം പോവാ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഏതാ മാറടാ, ബാക്കിലോട്ട് മാറടാ. കിബിന് മാറ്. ചേട്ടാ പോയിട്ട് വരാം. കീ എടുത്താ ഇതെങ്ങാണം താഴെ പോയിരുന്നെങ്കിൽ ഈ തുറന്നതും പിടിച്ചതും ഒക്കെ വെറുതെ പോയിന്. അപ്പം നമ്മൾ ഇറങ്ങി. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. ഇപ്പൊ ഒരു ട്രെൻഡ് ഇല്ലേ ഇതിനെക്കൂട്ടെ, സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുപ്പി ഇതാക്കുമ്പോ കറക്കണം. എല്ലാം ചെയ്യാന്ന് വിചാരിച്ചതാ, എല്ലാം നടന്നു. കുറവുണ്ട് കേട്ടോ, കുറവുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. എൻ്റെ അത് കാറ് ചുറ്റും അന്ധകാർ ഹോകയാ. അതെന്താ തിളങ്ങുന്നത്? അത് നമ്മുടെ മറ്റേ കാർ. ഞങ്ങൾ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സെക്കൻഡ് ഹാൻഡ് അല്ല, 3rd or 4th ഹാൻഡ് ആയിട്ടുള്ളൊരു മിനിറ്റ് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ വിനുക്കുട്ട വിളിക്കണ്ട, എനിക്ക് മനസ്സിലായി, മിണ്ടായിരിക്കാൻ പറയാൻ തൊണ്ടയാണ്. ഓ, ഈ ഒച്ചയിൽ ഇപ്പൊ കൊച്ചണി ഇട്ടിട്ടുണ്ടാവുമല്ലോ ദൈവമേ. നല്ല തണുപ്പ്. ഇങ്ങനെ ഇട്ടാലോ. നമ്മുടെ പഴയൊരു റീൽ ഓർമ്മയുണ്ടോ? കാറ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, ലോറി വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, എന്നിട്ട് അച്ഛൻ റോഡിൽ കൂടെ നടന്ന് തെണ്ടണം. അത് വിനുവ പറഞ്ഞു, വിനുക്കുട്ടയെ പറഞ്ഞു. അയ്യോ, മിണ്ടായിരിക്കാം അല്ലേ? മിണ്ടണ്ട, നമുക്ക് പോവാം. 3:23 നമ്മൾ വണ്ടിയുടെ പോകണം. യെസ്. വിഷമിച്ചിരിക്കുക കേട്ടോ. സോ എന്ത് പറഞ്ഞു ഡോക്ടർ? എന്താ പറഞ്ഞത്? എല്ലാവരും വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും, ഞാൻ കഥ പറയും, അടുത്ത ആൾ വരും, റിപ്പീറ്റ്. ചിതുമോയ് കൊച്ചു ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഡോക്ടർക്ക് എന്ത് പറഞ്ഞു? ഒന്നും തന്നില്ല മരുന്ന്, അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. ഓ, തണുത്ത വെള്ളം. തണുത്ത വെള്ളം. ഓ, ഇത് കുറയാനാ കൂടാനാ കർത്താവേ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ത്രോട്ട് നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. ഞാനിങ്ങനെ തുപ്പിയപ്പോൾ ഇച്ചിരി ബ്ലഡ് വന്നു, അപ്പോൾ നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പനി വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്തോ ഫോർമുലയോ ട്രിപ്പ് എന്തോ പറഞ്ഞു, ഡ്രിപ്പ് അത് ഇടുകയാണെങ്കിൽ 1.5 മണിക്കൂർ പോകും. വണ്ടി ഓടിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ മറ്റൊരു മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ട്രിപ്പൊക്കെ ഇട്ട് വേറെ എന്തൊക്കെയോ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഗുളികയൊക്കെ കഴിച്ചതിനകത്ത് കണ്ടുവേണം നിങ്ങൾ. ഇതുമോയ് ഒരു ഡോക്ടർ എന്താ പറഞ്ഞത്? മറ്റേ അവിടെ വെച്ച് ബ്രേക്കായി പോയി, തൻ്റെ വണ്ടിയും കൊണ്ട് ഒരു പിങ്ങി വന്നിങ്ങി. ഡോക്ടർ പറഞ്ഞത് വേറെ ഇവിടെ ഒന്നും പകർന്നിട്ടില്ല, ഞാൻ വേറെ ആരുമായിട്ട് സഹകരിച്ചിട്ടില്ല. അതെ, ഒട്ടും സഹകരണ ജീവിയാണിത്. റെസ്റ്റ്ലെസ് ആയതുകൊണ്ട് മേ ബി തന്നെത്താൻ വന്ന പനിയായിരിക്കും എന്ന് പറയും. ഒരു മിനിറ്റ്, ഈ റെസ്റ്റ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ല. അത് ആർക്കും നമ്മൾ അറിയുന്നില്ല വരുന്ന കാര്യമാണ്. ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ പ്രത്യേകിച്ച് അറിയാം, ഞങ്ങൾക്ക് 2 പേർക്കും ഉറക്കമില്ല ഗായ്സ്. അപ്പം ഉറങ്ങിപ്പോയി പാവം. ഇപ്പോൾ അതാ ഡ്രിപ്പൊക്കെ ഇട്ടിരിക്കുകയാണ് കയ്യിൽ, അങ്ങോട്ടേക്ക് ഇട്ടിരിക്കുകയാണ്, സെറ്റാക്കി ഇട്ടിരിക്കുകയല്ല. അപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. ദാ എഴുന്നേക്കുന്നു. ഇല്ല, കിടന്നു ഉറങ്ങിക്കോ. കിടന്നോ? സമയം 4:53. അത് കുഴപ്പമില്ല, ഇപ്പൊ താൻ ഉറങ്ങും കുറച്ച് നേരം. വിളിച്ചു ചോദിച്ചോ? ഇല്ല, താൻ ഉറങ്ങിക്കും, ഞാൻ വിളിച്ചു ചോദിക്കാം. കൊച്ചു കിടന്നു. അവിടെ ഭയങ്കര കരച്ചിൽ കേട്ടില്ലല്ലോ. അത് അപ്പുറത്ത് വേറൊരു കുഞ്ഞുണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കുമെന്തോ, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അരിമണിന്ന് പറഞ്ഞു തൽക്കാലം താൻ കിടക്കും. കൊച്ചിനെ വിളിക്കാൻ ഞാൻ കേട്ടോ. ഇത് ഈ സംഭവം ട്രിപ്പ് കഴിയുമ്പോൾ ഞാൻ കൊച്ചിനെ വിളിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയ്യോ ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ബ്ലഡ് ചെക്ക് ചെയ്ത്
ഞാൻ എന്തൊക്കെയാ ശരി പറയുന്നത്? എന്താ ചെയ്തു? എനിക്ക് പനിയാണോ റിലേ ഇല്ല. ആ ക്ലിപ്പിൽ എടുത്ത് നോക്കി അറിയാം ഞാൻ കുറെ മണ്ടത്തരം പറയുന്നുണ്ട്. നീ എന്ത് പറയുന്നു? സോറി ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തായിരുന്നു. ഒരു ചുമ. മിണ്ടാതിരിക്കാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. കിടന്നു സോറി. ഓക്കെ ഗായ്സ്, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 99.4 കൊണ്ടാണ് കാണിച്ചത്. അവിടുന്ന് ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് 100.9, അതായത് 100.9 101. അപ്പം അത്രയും ഉണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ അപ്പം തന്നെ മനസ്സിലായി നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് മാറ്റി. ഞങ്ങൾക്ക് എന്താണ് ഷിവറിങ് ഉണ്ട്. ഓക്കെ, വെറും ഫീവർ മാത്രമല്ല, വെറും ടെമ്പറേച്ചറും ഫീവറും മാത്രമല്ല, ഭയങ്കരമായിട്ട് ഷിവറിങ് ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ വിറയ്ക്കുമല്ലോ, അതുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം എമർജൻസി റൂമിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മൾ ബേസിക്കായ ചെക്കപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഫുള്ളായിട്ട് മറ്റൊരു റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചുറ്റും പ്രൈവസി ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഫുൾ കവേർഡാണ്. തൽക്കാലത്തേക്ക് റൂമിലേക്കൊന്നും മാറ്റേണ്ട, കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആളിന് ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്താണ് ഈ സംഭവം ഇടിച്ചേക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് വേഗം വീട്ടിൽ പോകണം, അരമണി, അതായത് നമ്മുടെ വിധു ബേബി ഇപ്പോൾ എഴുന്നേക്കും, പ്രശ്നം ഉണ്ടാക്കും, പാല് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് ഫോഴ്സ് ചെയ്യിച്ചത് ഈ സംഭവം ഡ്രിപ്പ് ഇടിച്ചത്. കാരണം ക്ഷീണമുണ്ട് ആളിന്, മനസ്സിലായ. അപ്പോൾ ഇതിട്ടാൽ മാത്രമേ നമുക്ക് ക്ഷീണം പെട്ടെന്ന് മാറുള്ളൂ. എന്തൊക്കെയായാലും നമുക്ക് എഴുന്നേറ്റിട്ട് ഒരു ചൂട് ചായ കുടിച്ച് എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാം. നേരെ ചെന്ന് ഒറ്റ ഉറക്കം. സങ്കടം വരുന്ന, വിഷമം വരുന്ന അച്ഛന്? അമ്മയെ വിളിച്ചും ചോദിക്കട്ടെ. അമ്മയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന്. നാല് 20 സാധനമാണ്. മണി 5. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മണി 5:10. പോവാറായോ? പോവാറായി. കുഞ്ഞു കരച്ചില്ലാന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നൈസ്. അങ്ങനെയല്ല, ഞാൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചു കരച്ചില്ല. ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഷിദ്മയ്ക്ക് കണ്ട് ഏറ്റവും നല്ല പേഷ്യൻ്റായിട്ട് വെച്ച് കിടന്നതുകൊണ്ട് ഇത് അവർ തന്നു വിടുകയാണ് നമുക്ക് പാരിതോഷികമായിട്ട്. മോള് കൊണ്ടുപോകോളാൻ പറഞ്ഞത് അല്ലേ ഷിദ്മ? ഓടാണെന്ന്. അയ്യോ, ആരെങ്കിലും വന്നൊന്നും ഇത് ഊരാ മറന്നു പോയെന്നൊക്കെ ഷിദ്മ. വെയിറ്റ് ചെയ്യാം, ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് ഊരി മാറ്റി. ഇപ്പോൾ ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്ര തന്നെ ആയി. ഗ്രാജുവലി 99.1 അത്രയാണ് ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് സ്റ്റേറ്റ്. ഇപ്പം ഇത്തിരി റിലേ വന്നു. നമ്മളപ്പോ വീട്ടിൽ നിന്നുള്ള ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോഴാ കൊച്ചു ആക്ച്വലി കിളി പറന്ന് നിൽക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, നീയും. ഞാനും. ശരി, അങ്ങനെ 2 ദിവസമായി പനി തുടങ്ങിയിട്ട് നിൽക്കാം. ആക്ച്വലി സോറി, ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. 2 ദിവസമല്ല, 1.5 ദിവസം. ഏർലി മോർണിംഗ് ആകുമ്പോ അതൊരു ദിവസം. ഇന്നിപ്പോ 12 മണി കഴിയുമ്പോൾ അടുത്ത ദിവസമായി. 1.5 ദിവസമായി. 2 ദിവസമായിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പോന്നു. കാരണം കുഞ്ഞിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കണ്ടല്ലോ എന്നോർത്ത്. ബ്രസ്റ്റ് ഫീഡിങ് കൂടെ പകരത്തില്ല, പക്ഷേ മാസ്ക് ഒക്കെ വെക്കണം. റിസ്ക് എടുക്കാൻ വയ്യ എനിക്ക് അവൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇല്ലയോ? അതെ, നമുക്ക് ബാക്കി ബില്ലടച്ചിട്ട് സന്തോഷമായി. ഡോക്ടർ പറഞ്ഞു ഷുഗർ ഒഴിവാക്കാൻ. ബാക്ടീരിയക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. ഷുഗർ ഇല്ലാതെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനല്ല, ഏക ഷുഗർ ഇഷ്ടമെന്ന് മാത്രമല്ല, ഞാൻ ഷുഗർ കഴിക്കാറില്ല. പ്രോസസ്ഡ് ഷുഗർ എന്റെ കാര്യമല്ല, ഒറിജിനൽ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞു. ബാക്ടീരിയയെ പറ്റിയാണ് ഞാൻ സോറി തെറ്റിദ്ധരിച്ച്, ക്ഷമിക്കടാ, മറന്നുപോയി. ഞാൻ കരുത്താൻ തന്നെ സ്വയം പൊക്കിപ്പറയാന്ന് വിചാരിച്ചു. സംബന്ധിച്ച് എനിക്ക് ഷുഗർ ഇഷ്ടമല്ല. ഞാൻ ചായ ആണെങ്കിലും എന്താണെങ്കിലും ഷുഗർ ഇടാറില്ല. ഇപ്പം കടയിൽ പോയിട്ട് ജ്യൂസ് ഓർഡർ കഴിഞ്ഞാൽ ഷുഗർ ഇടാറില്ല. ആൾക്കാർ കരുതാത്തവരോട് എൻ്റെ ഭാര്യ പറയും നല്ല പ്രായമുണ്ട്, ഷുഗറൊക്കെ അസുഖമുള്ളത്. അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ പറയും ഇത് നല്ല പഞ്ചാരയാണ്, അതുകൊണ്ട് ഇവര് പഞ്ചാരയുടെ ഇങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ട് നാറ്റിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇപ്പോൾ അത് മാത്രം ഞാൻ കുടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവമാണ്. എന്തറിയോ, ഞാൻ മനസ്സിലായ ആ സാധനം എന്നുവെച്ചാൽ എന്തോ ഇയാടെ ഉണ്ടാക്കിക്കൊണ്ട് ഒഴിച്ചു വെക്കുന്ന ഇയാളെ മോന്തം ഉണ്ടാല്.
ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ആക്ച്വലി നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയസിന് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഷുഗറൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഒരു 1-2 ആഴ്ചത്തേക്ക് ഷുഗർ എത്തില്ല സിനിമ. 5 ദിവസം ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ പലതും പറയും. ഒരാഴ്ച സമയം, ഒരാഴ്ച 8 ദിവസം വണ്ടി, ഒരാഴ്ച 7 ദിവസം. ഓ അതിനെന്താ എക്സ്ട്രാ 1 ദിവസം കൂടെ, ഞായറാഴ്ച അവധിയാണല്ലോ, അപ്പം തിങ്കളാഴ്ച കൂട്ടണം നമ്മള്. അങ്ങനെ 8 ദിവസം, 8 11 12 13 8 അത്രേ ഉള്ളൂ. 8 ഞാൻ പെട്ട്. വിനക്കുട്ട മരുന്ന് മേടിക്കാൻ പോവാണ്. നമുക്കൊരു ബില്ല് അതിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പനിക്ക് 2024 രൂപ. ഇനി മരുന്നിന്റെ ബാക്കി. സന്തോഷമായി ഉണ്ണി കേട്ടോ. ഈശ്വര, ഈ പനി എന്നോട് തന്നെ ഇവിടെ നിർക്കണേ. വിനക്കുട്ടയ്ക്ക് കുഞ്ഞിനും വരല്ലേ. എനിക്കൊരു ചെറിയൊരു ആരംഭം പോലൊക്കെ ഉണ്ട്. കിടക്ക്, ഞാൻ എനിക്ക് ഇവിടെ തന്നെ കിടക്ക്. എന്റെ മരുന്നിന്റെ പകുതി എടുത്തോ. എന്നിട്ട ട്രിപ്പിന്റെ ഇച്ചിരി ബാക്കിയുണ്ട്, നീ അത് എടുത്തോ. നീ ആ കുപ്പി എടുത്തോ. കാശ് കൊടുത്താണ് നന്നായി. ഇപ്പൊ കുറച്ച് ആവതായി, അതിനാണ് കാണുന്നത്. മരുന്നിന്റെ അളവ്, ആ ഒരു വീര്യം, ആ ഒരു എന്താ എഫക്റ്റ് കുറയുമ്പോഴത്തേക്കും ഇത് പിന്നെ കാണണം. കുറയത്തില്ലടാ, വീണ്ടും മരുന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ വരും. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇങ്ങനെ പുകയല്ല, മഞ്ഞ് പിടിച്ച വഴികളിലൂടെ ഞങ്ങൾ നടക്കുന്നു. രാവിലെ 5:41 നമ്മളിങ്ങനെ മഞ്ഞ് പിടിച്ച വഴികളിലൂടെ നടക്കുകയാണ്. സെക്യൂരിറ്റി ഇല്ല. അയ്യോ തണുക്കുന്നേ. സെക്യൂരിറ്റി ഇല്ല ഇവിടെ. എനിക്ക് നല്ല ചായയൊക്കെ അവൻ ഓഫർ ചെയ്ത്, പക്ഷേ അരിമണീനെ ഓർത്ത് എനിക്ക് ചായ വേണ്ട. പിന്നെ ഷുഗറും ഇല്ലല്ലോ അല്ലേ. അരിമണി ഇല്ല, പഞ്ചസാരയില്ല, എനിക്ക് വേണ്ട. നമുക്ക് വീട്ടിൽ പോവാം. അപ്പം ഇനി 3 ദിവസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ എന്നോട് വീണ്ടും വരാനാണ് പറഞ്ഞേക്കുന്നത്. 3 ദിവസം ഞാൻ മാസ്ക് വെച്ചോണ്ടിരിക്കാൻ കാട്ടെ പോലെ. അങ്ങനെ നമ്മൾ കുടുംബത്ത് പോവുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങും. പക്ഷെ ഇപ്പം അമ്മ ചെല്ലുമ്പോൾ തീയും പുകയായിട്ടാവും വരും. അമ്മേ എന്നും പറഞ്ഞ് പാവം. ഇറങ്ങാൻ നേരപ്പോഴത്തേക്ക് അപ്പുറത്തൊരു ഇതിൽ, വാർഡല്ലല്ലോ എന്ത് തന്നെ പറയുന്നത്, അപ്പുറത്തൊരു ഇതിൽ ഒരു കുഞ്ഞാവ കരയുന്നു. പാവം. ഈ കാനുല കുത്തുമ്പോൾ നല്ല പെയിനാണ്. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് കൊച്ചിന് നല്ല പെയിനായിരിക്കും. എന്ത് കരച്ചില്ല എൻ്റെ ദൈവമേ. ആദ്യമൊക്കെ പിള്ളേർ കരയുമ്പോൾ ഒന്നും തോന്നത്തില്ലായിരുന്നു. അവനവനാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ നേരം പോസ്റ്റ് ചെയ്തടാ. റേഡിയോയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. നേരം പരപരാന്ന് വെളുത്ത്. ഇവിടെ എന്തിരിട്ടായിട്ടിരിക്കുന്നത്, അത് അമ്മയെപ്പോട്ട് നോക്ക് വെളുത്ത്. സമയം ഏകദേശം 5:56 നമ്മൾ വീടെത്താറായി. അപ്പോൾ എല്ലാവരും ഉണർന്നു വരുന്ന സമയമായി. നമ്മൾ ചെന്നിട്ട് ഒറ്റ ഉറക്കം. അതെ, ചെല്ലുമ്പോൾ ശബ്ദമില്ലാതെ വേണം നമുക്ക് പാർക്ക് ചെയ്യാൻ. നമ്മൾ ശബ്ദമില്ലാതെ ഒക്കെ കാറൊക്കെ കയറ്റുന്നു. സ്കിപ്പ് ചെയ്യുമ്പോൾ ഒറ്റക്കൊര. ആഹാ അന്തസ്. 1 മണി അപ്പം തന്നെ ചാടി എണീക്കും. അങ്ങനെ അതിവിദഗ്ധമായി ശബ്ദമില്ലാതെ ഞാൻ ഡോറ് തുറന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുകയാണ്. അമ്മ വാതിൽ തുറന്നു. ആരാ നിൽക്കുന്നത് നോക്ക്. സ്കിപ്പി. ഒരു കുഞ്ഞിത്തല കാണണമല്ലോ. എന്ത് ചെയ്ത്? അതേനാ കുഞ്ഞിത്തല. സ്കിപ്പി ഇനിമോയും ഞങ്ങൾ വന്നു. പൊന്നി ഉള്ളത് പറഞ്ഞല്ലോ. അമ്മമാർക്ക് നല്ല ബോധമുണ്ട്. അരിമണി ആദ്യം നല്ല കരച്ചിലായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടോളൂ. എന്തോടെ നീ മടങ്ങടാ. കുറച്ചില്ല, അതുകൊണ്ട് തന്നെ അരിമണി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വ്ളോഗ്. മരുന്ന് കയറ്റിയിട്ട് ഇത്തിരി ആവത് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സൈനോട്ട് പറയാണ്. സൈനോട്ട് ഇപ്പോൾ പറഞ്ഞത് എന്താ, നമുക്ക് മറ്റേ സൈനം പറയണ്ടേ? ഡോക്ടർ പറഞ്ഞെന്ന് പറയണ്ടേ അവരോട്? ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എന്തെങ്കിലും പേടിക്കാണ്ടോ ഒന്നും പറഞ്ഞില്ല നമ്മള്. ഞാൻ ഉറക്കത്തിലായപ്പോണ്ട് ഞാൻ വിചാരിച്ചു നീ അതൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് റൂമിൽ പോയിട്ട് അതും കൂടെ പറയാം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. ഇപ്പം എനിക്ക് ചൂടെടുക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഞാൻ വിറച്ച് തുള്ളിപ്പോയതാണ്. ഇപ്പം എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. മരുന്നപ്പോൾ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. മാസ്ക് മാറ്റാൻ പറ്റത്തില്ല. 3 ദിവസം എന്നോട് മാസ്ക് വെക്കാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡെങ്കു ഒക്കെ സ്പ്രെഡ് ആവുന്ന ടൈമാണല്ലോ. അപ്പോൾ ഡോക്ടറിനോട് ഞങ്ങൾ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചു. ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അറിയാത്തവർക്ക് വേണ്ടി മാത്രം. യാ ഓഫ് കോഴ്സ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ശരീരം ഇപ്പോൾ ഇളതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അമ്മയേക്കാൾ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. സോ ബ്രസ്റ്റ് ഫീഡിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുവാണ്, കുഴപ്പമില്ല.
അല്ലാതെ മാസ്ക് വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് അവർ സജസ്റ്റ് ചെയ്തത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബ്രസ്റ്റ് ഫീഡ് കൂടി ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുമെന്നോ? ആ, അതായത് ബ്രസ്റ്റ് ഫീഡ് കൂടെ മറ്റേ ഈ പറഞ്ഞ ഓക്കെ തൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന രോഗത്തിൻ്റെ ആൻറ്റി ബാക്ടീരിയ കുഞ്ഞിന് കിട്ടും. ആന്റിബയോട്ടിക്സ്, ആൻറ്റി ബാക്ടീരിയാസ്, ആന്റിബാക്ടീരിയ ആണോ? ആന്റിബോഡി ആന്റിബോഡി സോറി ആന്റി ബാക്ടീരിയ. ഡിഷ് വാഷിന്റെ പരസ്യം പോലും ഉണ്ടായിരുന്നു. സോറി ആന്റിബോഡീസ്. നമ്മൾ 2 കിലോയാണ് പറഞ്ഞിട്ട്. സോറി ശരിയാവും. അപ്പൊ ആന്റിബോഡീസ് കുഞ്ഞിന് കിട്ടും, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന്റെ നല്ലതാണ് ആക്ച്വലി. പിന്നെ ചൂടുവെള്ളം ഒത്തിരി കുടിക്കാൻ പറഞ്ഞു, ജ്യൂസ് ഐറ്റംസ് കുടിക്കാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ സംഭവം ഇതാണ്, എനിക്കൊരു ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, കുഞ്ഞിന് കേടില്ലാത്ത തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ്. സോ ന്യൂ ബോൺസിൻ്റെ അമ്മമാർക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, റിസ്ക് എടുക്കരുത്. വീട്ടിലെ പൊടിക്കൈയും ഇവരൊക്കെ പറയുന്നത് കേട്ടിരിക്കാതെ ബെറ്റർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാം മനസ്സിലാവും. അപ്പം അത്രേ ഉള്ളൂ. വേർക്കുന്ന കണ്ടു ഞാൻ മാസ്ക് പിന്നെ അവിടെ നിൽപ്പുണ്ട്. ഇത്തിരി അകലത്തിലാണ് നിൽക്കുന്നത്, എന്നാലും റിസ്ക് എടുക്കാൻ. ഞാൻ ആക്ച്വലി ഇതാ ഇത്രയും ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. സൂം ഇട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ സൈൻ ഔട്ട് പറയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്തും. ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നു പോരുത്, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഒരു 1,00,000 പേര് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ലൈക്ക് ഇടും, 2,000 ലൈക്ക് കിട്ടുന്നുള്ളൂ. അതെ, കണ്ടിട്ട് ആൾക്കാരങ്ങ് പോകും. അതെ, ലൈക്ക് ടാക്സ് ഒന്നും ആവശ്യമില്ല. കൂടുതൽ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ചെയ്യണം. നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെ, അടിച്ച് പൊട്ടിക്കുക ലൈക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഞാനൊന്ന് എവിടെയെങ്കിലും തുടങ്ങട്ടെ. കുഞ്ഞ് തീയുമ്പോൾ കേട്ട് എഴുന്നേറ്റ് ഗുഡ് നൈറ്റ്, സോറി ഗുഡ് മോർണിംഗ്.